വത്സ വളരെയധികം ഭംഗിയായി വിവരിക്കുകയുണ്ടായി, ചിത്രീകരിച്ചു. ഈ നാടിൻ്റെ ഹൃദയത്തിൽ തമ്പി ഡോക്ടർക്കുള്ള സ്ഥാനം എത്രയാണ് എന്നത് ഞാൻ കൂടുതലായി സംസാരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തെ ആദരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഞാൻ നമ്മുടെ തീരുമാനം അനുസരിച്ച് അദ്ദേഹം ഈ വേദിയിൽ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന രീതിയിൽ സംസാരിച്ചതിനെ കുറിച്ചാണ്. തീരെ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ. ഞാനൊരു എഴുത്തുകാരനും ഒരു അധ്യാപകനുമാണ് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും എന്തെഴുതുന്നു, എന്തൊക്കെ എഴുതിയിരിക്കുന്നു ആർക്കും വലിയ പിടിയൊന്നുമില്ല. പത്രത്തിൽ ചിലപ്പോൾ റിപ്പോർട്ടുകൾ കാണും, അല്ലെങ്കിൽ ചില സമ്മേളനങ്ങളിലൊക്കെ വന്ന് പ്രസംഗിക്കും. ഇത് അവിടെ നാട്ടുകാർ ആളുകൾ കുറേ ആൾ എഴുത്തുകാരനാണെന്ന് പറയും. ഇതിനപ്പുറം ഈ എഴുത്തെന്ന് പറയുന്നത് എന്താണ് എഴുതിയതെന്നോ, എങ്ങനെയാണ് അതിൻ്റെ നിലവാരമെന്നോ, അതിൻ്റെ ഭാഷയുടെ സ്വഭാവം എന്താണെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയങ്ങൾ എന്താണെന്നോ ഈ നാട്ടുകാർക്ക് വലിയ കാര്യമായി പിടിയില്ല. എൻ്റെ അനുഭവത്തിൽ 1% ആളുകൾ പോലും അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. 1% മനസ്സിന് ഉള്ള സ്ഥാനം മതി നമുക്ക് നമ്മുടേതായ പ്രയത്നത്തിൻ്റെ അംഗീകാരത്തിന്. അതാണ് എൻ്റെ വിശ്വാസം. എല്ലാ എഴുത്തുകാരെ കുറിച്ചും ഏകദേശം അതൊക്കെ തന്നെയാണ്. അതിലൊന്നും പ്രതീക്ഷിക്കാനില്ല. എഴുത്തെന്നുള്ളത് എനിക്ക് എൻ്റെ ഈ ജീവിതത്തിൽ എന്നെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും എൻ്റെ അനുഭവങ്ങളും അത് എൻ്റെ കാഴ്ചപ്പാടിലൂടെ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. തമ്പി ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഒരു എഴുത്തുകാരൻ്റെ സ്ഥിതിയല്ല. ഈ നാട്ടിലെ ഏവർക്കും ഒഴിച്ചുകൂടാനാവാത്ത സഹായത്തിൻ്റെ ഒരു വലിയ അംഗീകാരം നേടിയിട്ടുള്ള വ്യക്തിയാണ്. ആശ്രയമാണ്. അതായത് ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി നാം പോരാടുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ദൈവത്തെയാണ്. ആ ദൈവത്തെ ആശ്രയിക്കുന്നത് പോലെയാണ് രോഗം വരുമ്പോൾ നാം ഡോക്ടറെ ആശ്രയിക്കുന്നത്, ആരാധിക്കുന്നത്, അല്ലേ? ആശ്രയിക്കുന്നത്. കാരണം അന്നേരം ദൈവം ഡോക്ടറിലൂടെ നമ്മിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഡോക്ടർ. ദൈവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണെന്ന് നമുക്കറിയാം, ഒരു സങ്കല്പമാണ്, അല്ലേ? ആ സങ്കല്പം പക്ഷേ ഇല്ലായിരുന്നെങ്കിലോ ഈ ജീവിതത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു മഹാശക്തി തന്നെയാണത്. നമ്മൾ എത്ര ആരാധിച്ചാലും എന്ത് ചെയ്താലും എങ്ങനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാലും ആ ശക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നിരർത്ഥകമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സൃഷ്ടാവായ ഈശ്വരന് ഈ അല്പപ്രാണിയായ നമ്മളെല്ലാം ഈ പുകഴ്ത്തലോ നമ്മളുടെ പൂജയോ ആരാധനയോ ഒന്നും ആവശ്യമില്ല. അതാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. ദൈവത്തിനുള്ള നമ്മളെ അർപ്പണം എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള സർവ ജീവജാലങ്ങളോട് നാം അനുവർത്തിക്കുന്ന സ്നേഹവും ദയയും കാരുണ്യവും ആണ്. നാം ദൈവത്തിൻ്റെ സൃഷ്ടികളായ സർവ മനുഷ്യന് മാത്രമല്ല, ദൈവത്തിൻ്റെ സൃഷ്ടികളായ പുല്ല് മുതൽ സർവ മരങ്ങളും പുൽച്ചെടികളും സർവ പുഴുക്കളും സർവ ജീവജാലങ്ങളും അവയ്ക്കും മനുഷ്യരെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ദൈവം നൽകിയിട്ടുണ്ട്. അവയെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ആ ദൈവത്തിൻ്റെ സൃഷ്ടികളോട് നാം നീതി പുലർത്തുന്നുണ്ടോ, നാം ധർമ്മം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാണുകയും ജനങ്ങളുടെ രക്ഷകരാണ് തങ്ങൾ എന്നുള്ള ഒരു ജീവിത ദൗത്യം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു സമർപ്പിത ജീവിതമായിരുന്നു അക്കാലത്ത് വൈദ്യന്മാർ. നമുക്കിവിടെ അറിയാവുന്ന കേശവവൈദ്യരെ കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ടാവും, അല്ലേ? വീടുകളിലൊക്കെ നടന്ന് ഈ വഴിനീളം നടന്ന് ഇപ്പോൾ ബാഗിനകത്ത് മരുന്നുകളൊക്കെ ശേഖരിച്ച് കുടികളൊക്കെ വെച്ചിട്ട് വഴിനീളെ ഈ ഇടവഴികളിലൊക്കെ കയറി ഇറങ്ങി നടന്ന് കുട്ടികൾക്ക് ചികിത്സ നടത്തിയിരുന്ന വൈദ്യര്. അന്നൊക്കെ വളരെ നിസ്സാരമായ പ്രതിഫലം മാത്രമേ അതിന് വാങ്ങിയിരുന്നുള്ളൂ. ആ ഒരു കാരുണ്യത്തിൻ്റെയൊക്കെ മഹിമ ഉൾക്കൊള്ളുന്ന ഒരു പ്രവർത്തനമായിരുന്നു അവരുടേത്. ഇവിടെ വാസുദേവൻ സാറിൻ്റെ അച്ഛനും അതേപോലെയുള്ള ഒരു വലിയ പാരമ്പര്യമുള്ള
വൈദ്യരായിരുന്നു. കാരണം ജനങ്ങളെ കാണുന്നത് എങ്ങനെ ജനങ്ങൾ കാണുന്നത് ആ വൈദ്യന്മാരെല്ലാം ദൈവത്തെ കാണുന്ന പോലെ ആ മനോഭാവം ഇന്നും നമുക്കൊക്കെ ഉണ്ട്. ഡോക്ടർ തമ്പി 1986 അല്ലേ, 86-ലാണ് എന്ന് തോന്നുന്നു നമ്മുടെ അങ്ങാടിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് തൊട്ട് 85-ല്, അതായത് കോട്ടപ്പുറം രൂപത വന്ന് പുതിയ ബിഷപ്പ് സ്ഥാനം ഏറ്റെടുത്തിട്ട് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഡോക്ടർ തമ്പിയുടെ ഡിസ്പെൻസറി ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ്. ഞാനും കൂടി വെച്ച് നിൽക്കുന്നതാണ്. അപ്പം അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള ആ ബന്ധം ആണ് ഇന്നും ഡോക്ടറായിട്ട് നിലനിൽക്കുന്നത്. എൻ്റെ കുടുംബ ഡോക്ടറായിട്ട് എപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഡോക്ടർ സഹായിക്കാൻ എന്തുണ്ട്. എൻ്റെ അമ്മ സുഖമില്ലാതെ വളരെ പ്രയാസം അനുഭവിച്ച് ക്യാൻസർ രോഗമൊക്കെ വന്നിട്ട് അങ്ങേറ്റം വേദന, അവസാന ഘട്ടത്തിൽ ഭയങ്കര വേദനയാണ്. ആ വേദന സഹിച്ച് കിടക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ഞാൻ ഡോക്ടറോട് എന്തിനാണ് ഇത്രയും വേദനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ വേദന അനുഭവിക്കാതെ കിടക്കാനുള്ള ഡോക്ടർ നൽകുകയുണ്ടായി. അതുപോലെ അപ്പൻ സുഖമില്ലാതെ അന്ത്യഘട്ടത്തിലെത്തിയപ്പോഴും ആ സാന്നിധ്യം, ഇത് ഓക്സിജൻ സിലിണ്ടറൊക്കെ കൊടുത്തയച്ച് സ്വന്തം നേഴ്സിനെ പറഞ്ഞയച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ള ആ ഓർമ്മ, ഇത് എനിക്ക് കിട്ടിയതുപോലെ തന്നെ ഡോക്ടർക്ക് ഈ നാട്ടിലെ എല്ലാവർക്കും നൽകാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഡോക്ടറെ നമുക്ക് ഇന്നത്തെ പുതുവർഷത്തിൽ ഈ സമ്മേളന ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചത് വലിയൊരു മഹത്തായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തോട് നമുക്കെല്ലാം ഉള്ള നമ്മുടെ മനസ്സിലെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാനുള്ള ഒരവസരം മാത്രമായി ഇതിനെ മാറ്റുകയാണ്. പിന്നെ ഒന്നെന്നുള്ള നമ്മുടെ പുതുവർഷമാണ്. പുതുവർഷം പ്രതീക്ഷയുടെ വർഷമാണ്.